ത്രിതല പഞ്ചായത്തിലും മത്സരിച്ച് വിജയിച്ച CK ലതാകുമാരി തന്നെ ആദ്യമായി ജനപ്രതിനിധിയാക്കിയ കവിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്താണ് ലതയെ വീണ്ടും മത്സര രംഗത്തിറക്കുവാൻ പ്രധാന കാരണം. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരിക്കൽ കൂടി അവസരം നൽകണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് CK ലതാകുമാരി എന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കവിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. 2005-ൽ ഇതേ വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ലതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. തുടർന്ന് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗവുമായി. കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് തന്നെ ആദ്യമായി ജനപ്രതിനിധിയാക്കിയ വാർഡിൽ വീണ്ടും മത്സരിക്കുവാൻ CK ലതാകുമാരി എത്തിയിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ ആളുകൾ, അതായത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എന്നുള്ള നിലയിൽ എന്നെ തീർച്ചയായും വിജയിപ്പിക്കും. ഞാൻ ഇത്രയും നാളും 25 വർഷമായി ഇപ്പോൾ മത്സരിക്കുന്ന ഈ വാർഡിലെ അംഗൻവാടി ടീച്ചറായും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ 1-ാം വാർഡിൽ നിന്നാണ് ഞാൻ ആദ്യമായി വിജയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെ നീറുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനടക്കം പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിക്കുമ്പോൾ കവിയൂരിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് കവിയൂരിൻ്റെ വികസനത്തിന് വേണ്ടി 4,28,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ, ഒരു പ്രാദേശികവാദം എന്ന് വേണമെങ്കിൽ കരുതാം, മറ്റ് 5 പഞ്ചായത്തുകളിൽ കൂടുതൽ നമ്മൾ ഈ പഞ്ചായത്തിലേക്ക് ചെലവഴിക്കുകയും ഞാനിപ്പോൾ വീണ്ടും എൻ്റെ ആളുകളുടെ അടിയിലേക്ക് ചെല്ലുന്ന ഈ വാർഡിൽ ഞാനിപ്പോൾ 85 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം തന്നെ ചെയ്തിട്ടുണ്ട്. അതിനു മുൻപിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും വാർഡ് മെമ്പറായിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ വാർഡിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ പരിശ്രമിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നും എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ആളുകൾ എന്നെ കൈവിടുകയില്ല, എന്നെ തീർച്ചയായിട്ടും വിജയിപ്പിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കവിയൂരിൻ്റെ മണ്ണിൽ നടത്തിയ ആത്മവിശ്വാസത്തിലാണ് നാടിൻ്റെ മതനിരപേക്ഷതയും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുവാൻ വീടാനന്തരം കയറിയിറങ്ങിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്.